ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ കറികൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പം നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് 1.5 കപ്പ് പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെക്കണം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പാണ് എടുക്കുന്നത്. ഇനി നമുക്കത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. പിന്നെ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കുന്നത് ഓംലെറ്റ് ആണ്. പിന്നെ അതിലേക്ക് ഒരു ഗ്രീൻ ചില്ലി കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഒനിയനും കൂടി ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് താളിച്ചെടുക്കണം. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഒനിയനും കൂടിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ചെറിയ ഉള്ളിയായാലും കുഴപ്പമില്ല. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് മുളകും പൊടിയും കൂടിയിട്ട് ഇട്ട് കൊടുക്കണം. എരിവിന് ആവശ്യമുള്ളത് മാത്രം മതി. അത് മൂത്ത് വരുമ്പോൾ നമുക്ക് പരിപ്പ് കറിയിലേക്ക് ഇട്ട് കൊടുക്കണം. പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള പരിപ്പ് കറിയാണ്. സിമ്പിളാണ്. ഇതിലേക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഓയിലിന് പകരം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇനി നമുക്ക് അടുത്ത റെസിപ്പി ബീൻസ് ഉപ്പേരിയാണ്. ഇതും സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്കത് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെക്കണം. നമുക്ക് ഉപ്പേരി ഉണ്ടാക്കണം. അതിൽ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കണം. കുറച്ച് ഒനിയനും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. അത് ചെറിയ ഉള്ളി ആയാലും അതാണ് നല്ലത്. എനിക്കിവിടെ ചെറിയ ഉള്ളിയൊന്നും അധികം കിട്ടാറില്ല. അപ്പം ഞാൻ കൂടുതലും ഒനിയൻ തന്നെയാണ് ഉപയോഗിക്കാറ്. പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ എരിവിന് ആവശ്യമുള്ള കുറച്ച് മുളക് പൊടി കൂടിയിട്ട് ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ കറി ലീഫ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ 2 റെസിപ്പിയിലും ഇടുന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ മുളക് പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ചെയ്ത് വെച്ച ബീൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് വെക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ പൊടി കരിഞ്ഞു പോവും. ഇനി നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേവുന്നത് വരെ അതൊന്ന് മൂടി വെക്കാം.
ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. എല്ലാ റെസിപ്പിയും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിളമ്പാം. ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തലേന്ന് ഞാൻ ഇഞ്ചിക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, പുളിഞ്ചി. അതാണ് നല്ലൊരു റെസിപ്പിയാണ് ഇത്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.